നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുടിൻ ആശ്ലേഷിച്ചത്. ലോകം തന്നെ അന്തം വിട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു വ്ളാഡിമിർ പുടിന്റെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും. അതിന് കാരണമുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവന്മാർ അടുത്ത് എത്താനോ അല്ലെങ്കിൽ ഒന്ന് തൊടാനോ പോലും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ സമ്മതിക്കാറില്ല. പുടിന്റെ ഒരു അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ലോക നേതാക്കൾക്ക് പോലും വ്ളാഡിമിർ പുടിന്റെ അടുത്തെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉള്ളിടത്താണ് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പുടിൻ നടന്ന് നേരെ എത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈകൊടുത്ത് കെട്ടിപ്പിടിച്ചത്. എന്നിട്ടോ പുടിന്റെ യാത്രയ്ക്കായി ലോകത്തെ ഏത് രാജ്യത്ത് പോയാലും അതിനും ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ടുപോകുന്ന ഒരു വാഹനമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ വാഹനം ഓറിയസ് സെനറ്റ്, ലിമോസിന്റെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഓറിയസ് സെനറ്റ്. ആ വാഹനം ഉപയോഗിച്ചില്ല. നരേന്ദ്രമോദിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരേജുകളിലുള്ള ഏറ്റവും ആധുനികമായ സുരക്ഷാ കവചിതമായ വാഹനങ്ങൾ ഉപയോഗിച്ചില്ല. സാധാരണ ഒരു ഫോർച്യൂണർ കാറിൽ നരേന്ദ്രമോദി പുടിനെ ക്ഷണിക്കുന്നു. യാതൊരു മടിയും കൂടാതെ പുടിൻ ആ വാഹനത്തിലേക്ക് കയറുന്നു. അങ്ങനെ ഇരുവരും യാത്ര തിരിക്കുകയാണ്. പിന്നീട് വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. ലോകം തന്നെ അന്തം വിടുകയാണ്. ലോകത്തെ രാജ്യങ്ങൾ അന്തം വിടുകയാണ്. പുടിൻ ഇത്രത്തോളം വിശ്വാസത്തോടു കൂടി ഒരു രാജ്യത്ത് ചെന്നിറങ്ങി ആ രാജ്യത്തിന്റെ രാഷ്ട്ര നേതാവുമായി സംസാരിക്കണമെങ്കിൽ എത്രമാത്രം വ്ളാഡിമിർ പുടിന് ഇന്ത്യയിൽ വിശ്വാസമുണ്ട്, നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട്, തന്റെ സുഹൃത്തിൽ വിശ്വാസമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്ളാഡിമിർ പുടിൻ അമേരിക്കയിൽ പോയിരുന്നു. അമേരിക്കയിൽ പോയപ്പോൾ സംഭവിച്ചത് എന്താണ്? കുടിവെള്ളം പോലും അമേരിക്കയിൽ നിന്ന് വ്ളാഡിമിർ പുടിൻ ഉപയോഗിച്ചില്ല എന്ന് അന്ന് ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. കാരണം അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ പുടിന് വിശ്വാസമില്ല. ടോയ്ലറ്റ് സൗകര്യം പോലും ഉപയോഗിച്ചില്ല, അഥവാ ഉപയോഗിച്ചുവെങ്കിൽ പോലും അത്രത്തോളം പരിശോധനകൾക്ക് ശേഷം മാത്രം. അപ്പോ കക്കൂസ് ഉപയോഗിച്ചില്ല അമേരിക്കയിൽ, കുടിവെള്ളം ഉപയോഗിച്ചില്ല, ഭക്ഷണം പോലും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ പലതവണ പരിശോധിച്ച ശേഷം മാത്രമാണ് ഉപയോഗിച്ചത്. ആ വ്ളാഡിമിർ പുടിനാണ് ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമൊത്ത് ഒരു സാധാരണ ഫോർച്യൂൺ കാറിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതോ, എന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ്, ആ വിശ്വസ്തനായ സുഹൃത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അതിനുശേഷം വ്ളാഡിമിർ പുടിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞങ്ങളിൽ നിന്ന് മറ്റ് അസംസ്കൃത വസ്തുക്കൾ അമേരിക്കയ്ക്ക് സ്വീകരിക്കാം, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ലാത്തത്? ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതാ ലോകത്തിന് മുന്നിൽ പുതിയൊരു വ്യാപാര ബന്ധം ആരംഭിച്ചിരിക്കുന്നു. അമേരിക്ക ഞെട്ടലോടെ നോക്കിക്കാണുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം. 4 വർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഇന്ത്യ നൽകിയത്. എല്ലാ അഭ്യൂഹങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ആലിംഗനം ചെയ്ത് ഇന്ത്യക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി, ഇന്ത്യക്ക് സുരക്ഷ ഒരുക്കി. പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, ചൈനയിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ഉരുക്ക് കവചം ഒരുക്കിയാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്.